നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ പറയുന്ന പ്രോഗ്രാമാണിത്. സാധാരണഗതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾക്ക് പറയാനൊരു വേദിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. ആ വേദി ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് റാപ്പിഡ് ഫയറിൻ്റെ ഉദ്ദേശം. എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പലരും വാഹനങ്ങളെപ്പറ്റി കുറ്റങ്ങളും കുറവുകളും ഗുണങ്ങളും ഒക്കെ പറയുന്ന ഒരു പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. അപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്ന ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഒരു ട്രാവൽ ഏജൻസിയാണ്. ട്രാവൽ രംഗത്ത് ധാരാളം വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരുടെ ഒരു കമ്പനി എന്നാണ് ടൂർമാക്സിനെ വിശേഷിപ്പിക്കേണ്ടത്. ഓഗസ്റ്റ് 6-ന് ടൂർമാക്സിൻ്റെ ഭാഗം ഒരു കസാഖിസ്ഥാൻ ട്രിപ്പുണ്ട്. ഞാനും ആ കൂടെ പോകുന്നുണ്ട്. കസാഖിസ്ഥാൻ അതിമനോഹരമായ ഒരു രാജ്യമാണ്. നമ്മൾ പണ്ട് ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയത് കസാഖിസ്ഥാൻ വഴിയായിരുന്നു. അവിടുത്തെ അൽമാട്ടി എന്ന പ്രധാനപ്പെട്ട നഗരത്തിലേക്കാണ് ഈ ഒരു യാത്ര പോകുന്നത്. അൽമാട്ടി യൂറോപ്യൻ നഗരങ്ങളെ വെല്ലുന്ന ഒരു നഗരമാണെന്ന് മാത്രമല്ല, ഭക്ഷണ വൈവിധ്യങ്ങളുടെ കാര്യത്തിലായാലും ഭംഗിയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു നഗരമാണ്. ഇപ്പോൾ അവിടുത്തെ നഗരത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണണമെങ്കിൽ നമുക്കൊരു കേബിൾ കാറിൽ നമ്മളവിടെ പോകുന്നുണ്ട്. അവിടെ നോക്കിയാൽ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ യുണൈറ്റഡ് നേഷൻസ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട 100 ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന സാത്തി എന്ന ഒരു എത്നിക്കായിട്ടുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. കൂടാതെ അവിടുത്തെ മലയിടുക്കുകൾ, ഗ്രാൻഡ് ക്യാനൻ പോലെയുള്ള വാലികൾ, അതിനിടയ്ക്കുള്ള റോഡുകൾ, ഗംഭീരമായ ലേക്കുകൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ധാരാളം കാര്യങ്ങളുണ്ട് കസാഖിസ്ഥാനെ പറ്റി. അവിടത്തേക്കാണ് നമ്മൾ ഓഗസ്റ്റ് 6-ന് യാത്ര പോകുന്നത്. അപ്പോൾ പരിമിതമായ സീറ്റുകളേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അതുകൂടാതെ ജൂൺ 15-ന് നേപ്പാൾ, ജൂലൈ 15-ന് ഭൂട്ടാൻ, അങ്ങനെയുള്ള ധാരാളം ഡെസ്റ്റിനേഷൻസ് വേറെ ഉണ്ട്. ശ്രീനഗറുണ്ട്, കൂടാതെ അയോധ്യ പോലുള്ള ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലും പുറത്തുമായിട്ട് ധാരാളം ഡെസ്റ്റിനേഷൻസിലേക്ക് ടൂർമാക്സ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് തിരഞ്ഞെടുക്കുക. കൂടാതെ തായ്ലൻഡ് പോലുള്ള വളരെ ഹോട്ടായിട്ടുള്ള ഡെസ്റ്റിനേഷൻസും ഉണ്ട്. അപ്പോൾ എവിടത്തേക്കൊക്കെയാണ് ടൂർമാക്സിൻ്റെ ടൂറുകളെന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പക്ഷേ കസാഖിസ്ഥാനിലേക്കാണ് പോകുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം പരിമിതമായ സീറ്റുകളെ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ചൊരു യാത്രയുള്ള അവസരമാണ്. അപ്പോൾ എല്ലാവരും കസാഖിസ്ഥാൻ ടൂർ ബുക്ക് ചെയ്യുക. മറ്റ് ടൂറുകൾ താല്പര്യമാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ തവണ നമ്മുടെ റാപ്പിഡ് ഫയറിൽ ഒരു ആംബുലൻസ് പ്രത്യക്ഷപ്പെട്ടത് ആദ്യമായിട്ടായിരുന്നു. നമ്മുടെ റാപ്പിഡ് ഫയറിൽ ഒരിക്കലും ആംബുലൻസ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ഒരു വാഹനമാണ് ഇന്ന് ഉള്ളത്. അത് അശോക് ലേലാൻഡിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. നമസ്കാരം. നമസ്കാരം. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേര് ജിബിൽ എന്ത് ചെയ്യുന്നു? ഇതാണോ മെയിൻ? ട്രാവൽസ് ആണ്. ആണല്ലേ? എത്ര വണ്ടികളുണ്ട്? നമുക്കിപ്പോൾ നിലവിൽ 5 വണ്ടിയുണ്ട്. കാറുകൾ, ട്രാവലർ, ബസ് അങ്ങനെയായിട്ടാണ്. ശരി. ബസ് ഇതാണ് ഒരെണ്ണമാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് ചോദിക്കാനുള്ളതാണ്, ഈ നമ്മളൊക്കെ ജനിതകാലത്തോട്ട് കാണുന്നുണ്ട് അശോക് ലേലാൻഡ്, ടാറ്റ, പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വോൾവോ, അങ്ങനെ പല വാഹനങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു അശോക് ലേലാൻഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? നിങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ടാണ് അശോക് ലേലാൻഡൊക്കെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇതൊരു 2015 ലാസ്റ്റ് 16 വണ്ടിയാണ്. അപ്പം ആ വണ്ടി ഒരു ടാറ്റ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ കണ്ടീഷൻ ഒരിക്കൽ പതിഞ്ഞുകൂടുന്ന ഒരു കണ്ടീഷനാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ലൈലാൻഡ് വണ്ടി എടുത്ത് നമ്മൾ ഈ പ്രകാശിക്ക് കൊണ്ടുപോയി ബോഡി കെട്ടിക്കഴിഞ്ഞാൽ മറ്റേ എന്നും അതിൻ്റെ അഴക് അതവിടെ ഉണ്ടാവും. ആ ബോഡിയുടെയും വണ്ടിയുടെയും എഞ്ചിൻ്റെ ക്വാളിറ്റിയും ബോഡി ക്വാളിറ്റിയും അതേപോലെ പക്ക. കാരണം ഒരു ടൂറിസ്റ്റ് പർപ്പസ് ആണല്ലോ. അപ്പം ഇപ്പോൾ നമ്മളൊരു 10 കൊല്ലം കഴിയുമ്പോൾ വണ്ടി ടൂറിസ്റ്റ് ഓടുമ്പോൾ വണ്ടിക്ക് ഒച്ചപ്പാട് സൗണ്ട് കാര്യങ്ങളൊന്നും പാടില്ല, ബോഡിയും സൗണ്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ലൈലാൻഡ് വണ്ടി എടുത്ത് പ്രകാശിക്ക് കൊണ്ടേ കെട്ടുന്നത് ബിൽഡ് ക്വാളിറ്റിയാണ്. പ്രകാശിൻ്റെ ബിൽഡ് ക്വാളിറ്റി കണ്ടാണ്. പ്രകാശ് ബാംഗ്ലൂർ. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഓടുന്ന വണ്ടികൾ അധികവും ഈ ടൂറിസ്റ്റ് വണ്ടി പ്രകാശിൻ്റെ ബോഡിയാണുള്ളത്. ശരി. അപ്പോൾ ഈ പ്രകാശിൻ്റെ ബോഡിക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന സ്പെക്കാണോ അതോ അവരുടേതായ ഒരു സ്പെക്കിലാണോ? അവരുടേതായ ഒരു സ്പെക്ക് ഉണ്ട്. നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അവർ തരും. അവരുടെ 2-3 മോഡൽസ് ഉണ്ടാവും. അവർക്ക് എപ്പോഴും 3-4 മോഡൽസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള മോഡൽസ് കേട്ടോ. ശരി. അപ്പോൾ എന്ത് ഇത്തരത്തിലുള്ള ഇതൊരു വലിയ വണ്ടിയോ? 49 സീറ്റർ അല്ലേ? 49 സീറ്റർ അങ്ങനെ ബോഡി ചെയ്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബോഡി എടുക്കാൻ എന്ത് ചാർജ് ആകും അവിടെ? ഇപ്പോൾ ഒരു പുതിയ വണ്ടി അവിടെ ഒരു 20 ലക്ഷത്തോളം വരും. ചേസ് ഇപ്പം ഒരു 32 lakhs അത്രയും വരും. പിന്നെ AC ചെയ്യുമ്പോൾ നമ്മൾ ജിങ്കി എന്നാണ് AC ചെയ്യുന്നത്. ജിങ്കിയിലൊരു 4-5 ലക്ഷം രൂപ അടുത്ത് AC ചെയ്യാൻ വരും. പിന്നെ സൗണ്ട് സിസ്റ്റം ഒരു 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം നമുക്ക് മിനിമലായ സൗണ്ട് സിസ്റ്റം ചെയ്യാൻ പറ്റും. 60-65 ഇടയ്ക്ക് നമുക്ക് പിന്നെ ഓരോരുത്തർ ചെയ്തെടുക്കുന്നവരെയാണ്. അവരെ ഗംഭീരം വണ്ടികളൊക്കെ ഇറക്കി പിന്നെ കുറേ പണികളൊക്കെ മേടിച്ച് കൂട്ടുന്നത് അങ്ങനെ. അപ്പോൾ ഈ 65 ലക്ഷം രൂപയ്ക്ക് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് നമ്മൾ ഇറക്കുകയാണെങ്കിൽ ലാഭകരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണോ? കുഴപ്പമില്ല. നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള റിട്ടേൺ ഉണ്ട്. ഒരു ബിസിനസ് ലൈൻ പോലെ നോക്കിയും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഉണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് പോലെ ഇരിക്കും. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നത്, അതാണല്ലോ മെയിനായിട്ട്. അതുപോലെ നമുക്ക് ഡെയിലി വണ്ടി ഓടുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ ഓഫ് സീസണാണ്, കുഴപ്പമില്ല വെച്ചാൽ വണ്ടി കയറി കിടക്കും. ശനി ഞായറൊക്കെ ഓട്ടം ഉണ്ടാവുള്ളൂ. സീസൺ ടൈമിൽ പക്ഷേ നമുക്ക് ഡെയിലി എന്നുള്ള ഓട്ടം ഉണ്ടാവും. ഡെയിലി ഓട്ടം വരുമ്പോഴാണ് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരുന്നത്. മെയിൻ്റെനൻസ് വരും. മെയിൻ്റെനൻസ് വരുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും മറ്റേ നമ്മുടെ സ്കൂൾ കോളേജൊക്കെ ഓടണമെങ്കിൽ ഇപ്പം MBDയുടെ പെർമിഷൻ വേണം.
ഓരോ ട്രിപ്പിനും MVD കൊണ്ടേ കാണിക്കണം RTO ഓഫീസിൽ. എനിക്കിപ്പോൾ 4 ദിവസം ഓട്ടം ഉണ്ട്, 5ാമത്തെ ദിവസം വണ്ടി ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് മെയിൻ്റെനൻസ് ചെയ്യണം. ബ്രേക്ക് സെറ്റ് ചെയ്യാനുണ്ടാവും, ഗ്രീസ് അടിക്കാനുണ്ടാവും, ലീഫ് അടിക്കാനുണ്ടാവും, പല പല പ്രശ്നങ്ങളും വണ്ടിക്കുണ്ടാവും. ഇതിനിടയിൽ ഞാൻ എന്ത് ചെയ്യണം, MVD കൊണ്ടേ കാണിക്കണം. RTO ഓഫീസിലും വണ്ടിയും കൊണ്ട് പോകണം. അടുത്ത സ്കൂൾ വരണമെങ്കിൽ ഓരോ ട്രിപ്പിന് നമ്മൾ പെർമിഷൻ മേടിക്കാൻ പോകണം, വണ്ടി കാണിക്കാൻ പോകണം. 15 ദിവസം കൂടുമ്പോൾ വണ്ടി കൊണ്ട് RTO ഓഫീസിൽ കാണിക്കണം. ഈ സ്കൂളിൻ്റെ ഓട്ടം ഓടിയില്ലെങ്കിലും 15 ദിവസം അല്ല, സ്കൂൾ ഓട്ടം ഓടിയില്ലേ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്കൂളും കോളേജൊക്കെയാണ് നമ്മുടെ മെയിൻ വരുമാനം. ആ സീസൺ ടൈമിൽ നമുക്ക് വണ്ടി ഓടണമെങ്കിൽ, ഈ വണ്ടി ഓടണമെങ്കിൽ ഇത് ഓടിയേ പറ്റുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ കാണിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യണം പോകണോ, RTO കാണിക്കാൻ പോകണം എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് ഈ RTO നോക്കുന്നത്? എന്തൊക്കെയാണ് അങ്ങനെയുള്ള? RTO ഒന്ന് സൗണ്ട് സിസ്റ്റങ്ങൾ നോക്കും, ലൈറ്റ് സിസ്റ്റങ്ങൾ നോക്കും, അത്ര കാര്യമായിട്ട് നോക്കുള്ളൂ. വേറെ മെക്കാനിക്കലി കാര്യങ്ങൾ വണ്ടി ഓക്കെ ആണെന്നല്ല നോക്കുന്നത്. സൗണ്ട് സിസ്റ്റം ഉണ്ടോ, ലൈറ്റ് സിസ്റ്റം ഉണ്ടോ നോക്കും. സൗണ്ട് സിസ്റ്റം, ലൈറ്റ് സിസ്റ്റം എവിടം വരെ അവർ അനുവദിച്ചിരിക്കുന്നത്? നമുക്ക് വണ്ടിയിൽ സബ് കാര്യങ്ങളൊന്നും പാടില്ല. ഒരു 6 സ്പീക്കർ കുഴപ്പമില്ല. ലൈറ്റ് സിസ്റ്റം ആണെങ്കിൽ മിനിമം ആയിട്ടുള്ള ലൈറ്റ് സിസ്റ്റം. കർട്ടൻസ് പാടില്ല എന്നാണ്. കർട്ടൻസ് പാടില്ല. കർട്ടൻസ് പാടില്ല എന്ന് പറയുമ്പോൾ KSRTC കർട്ടൻസ് കയറ്റുന്നുണ്ട്. അങ്ങനെയുണ്ട്, തൊടാൻ പറ്റില്ലല്ലോ KSRTC. ശരി. അപ്പോൾ അത് അങ്ങനെ ഈ പറഞ്ഞ അല്ലാതെ ഈ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും വേറെ എന്തെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സർക്കിളിൽ ഇറങ്ങി ഫുള്ള് വണ്ടി ചെക്കിംഗ് ഉണ്ട്. ലൈറ്റ് ഓവറായിട്ടുള്ള ലൈറ്റ് റണ്ണിങ് പിടിക്കുന്നുണ്ട്. ഓരോ പാർക്കിങ്ങിലൊക്കെ വരുമ്പോൾ അവിടെ ഇട്ടൊക്കെ പിടിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് അങ്ങനെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടാണ് ഇവർ വന്ന് പിടിക്കുന്നുള്ളൂ. അല്ലാതെ കുഴപ്പമില്ല. ഇപ്പൊ ഇനിയിപ്പോൾ ഒരു പിടുത്തത്തിന്റെ ടൈമാണ്. അപ്പോൾ ഗ്രൂപ്പിൽ കൂടെയൊക്കെ മെസ്സേജ് വരും, വണ്ടിയൊക്കെ അവിടെ ഇട്ട് പിടിക്കുന്നുണ്ട്, എല്ലാം ഊരി വെച്ചോളാൻ പറയും. അതുപോലെ ഗ്രാഫിക്സ് ഒക്കെ പിടിച്ചോണ്ടിരിക്കും. ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് മിനിമലായിട്ടുള്ള സ്റ്റിക്കർ ഒന്നും പാടില്ല. ഇതൊക്കെ ഇതെന്നെ കൊണ്ട് അഴിപ്പിച്ചിട്ടില്ല. സൈഡിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതെന്നെ കൊണ്ട് പൊളിപ്പിച്ച് കളഞ്ഞ. ആ സൈഡിൽ പേരടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊളിപ്പിച്ച് കളഞ്ഞു. സൈഡൊക്കെ പ്ലെയിൻ ആക്കി ഇട്ടേക്കുക. ആ സൈഡൊക്കെ പൊളിപ്പിച്ച് കളഞ്ഞ. പിന്നെ അകത്ത് കുറച്ച് കട്ട ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഊരിച്ച് കളഞ്ഞു. അങ്ങനെ പിന്നെ വില്ലറ്റ് അങ്ങനെയുള്ള ലൈറ്റ് ഒന്നും പാടില്ല. മിനിമം ലൈറ്റ് കാര്യങ്ങളെ പാടുള്ളൂ, സൗണ്ടും ഒക്കെ പാടുള്ളൂ. അപ്പോൾ സാറിന് നിങ്ങൾ ഓട്ടം പൊക്കോണ്ടിരിക്കുമ്പോൾ, നിറച്ച ആളായിട്ടൊക്കെ ഓട്ടം പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു പിടിച്ചിട്ട് അങ്ങനെ സമയം കളയാറുണ്ടോ? അങ്ങനെ കണ്ടമാനം സമയം കളയുന്ന അനുഭവം നമുക്ക് വന്നിട്ടില്ല നിലവിൽ. കളയുന്ന സന്ദർഭമുണ്ട്. ഇപ്പം നമുക്ക് അതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ലൈറ്റും സൗണ്ടും ചെയ്യുന്ന വണ്ടികൾ, അതായത് ഈ തൊഴുത്തിക്കുത്തെന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുണ്ട്. അവൻ്റെ ട്രിപ്പ് എടുത്ത് പോകുമ്പോൾ അവൻ പറയും ഇത് ആ ഒരു വണ്ടി അതിലേ പോയിട്ടുണ്ടെന്ന് പറയും. അത് നമുക്ക് എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് കിട്ടിയത്. ഞാൻ പ്രാവശ്യം ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു 5-6 ദിവസം അടുപ്പിച്ച് ട്രിപ്പ് കിട്ടുമ്പോൾ അറിയാലോ, എല്ലാവർക്കും നമ്മുടെ ഒരു സ്വഭാവം വെച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാര കൊടുക്കാനുള്ള ഒരു വണ്ടി ഉണ്ടാവും. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ അശോക് ലേലാൻഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അശോക് ലേലാൻഡ് ആ തരത്തിൽ എല്ലാ തരത്തിലും സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു? അതെ, സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി. ശരി, നമുക്ക് പുതിയ ഇപ്പോൾ വോൾവോ, ഐഷർ വോൾവോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ മൈലേജ് കൂടുതലുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ ലൈലാൻഡിലേക്ക് പോകുന്നത് ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ മൈലേജ് കുറഞ്ഞാലും ആൾക്കാർക്ക് ലൈലാൻഡിനോട് ഇതുണ്ട്. കാരണം ഇതിപ്പോൾ നമുക്ക് നിലവിൽ ഇത് 2016 ഇപ്പോൾ BS3 വരുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 4 നോൺ AC 4 വരും, AC ആണെങ്കിൽ ഒരു 3 അറേഞ്ച് മൈലേജ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധാരണ AC ഉള്ള ട്രിപ്പാണോ കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്, അതോ നോൺ AC ആണോ? AC ഉണ്ട്. നമുക്ക് ഏപ്രിൽ മെയ് മാസം മുഴുവൻ AC ട്രിപ്പുകൾ അതിൻ്റെ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഈ സ്കൂൾ കോളേജിൽ നിന്നുള്ള ട്രിപ്പുകൾ നോൺ AC ആയിരിക്കും പിള്ളേർ പോകുന്നത്. എന്നാലും AC എടുക്കുന്നവരും ഉണ്ട്. AC എന്നാലും നമുക്ക് വേണം, ആവശ്യമുണ്ട്. AC ഉണ്ടെങ്കിൽ വണ്ടിക്ക് ഓട്ടം കുറച്ചും കൂടെ കൂടുതൽ കിട്ടാൻ. ഈ മലയാളികളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും കാണുന്ന കാര്യമൊക്കെ എന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ച അപ്പം തന്നെ നേരെ ബിവറേജിലേക്കാണ് ആദ്യം പോകുന്നത് അല്ലേ? എല്ലാവരും കുപ്പിയായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ ഈ വണ്ടിയുടെ അകത്ത് കയറി വെച്ചാൽ പുറകെ ഞാൻ കുറച്ച് കുപ്പി കൂട്ടിയിട്ടുണ്ട്. കുറച്ച് കുപ്പി കൂട്ടിയിട്ടുണ്ട്, കുറച്ചധികം കുപ്പി കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞ് വന്നോ? വയനാട് പോയിട്ട് വന്നാൽ എനിക്ക് തോന്നുന്നത് വണ്ടി നിർത്തിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് വണ്ടി ഒരു 1 മണിക്കൂറൊക്കെ നിർത്തിയിട്ട് അടുത്ത ബീവറേജിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ട് ഇതായിട്ട് വരുന്നത്. പിന്നെ തിരിച്ചെല്ലാം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ബർത്തേ കുറേ കുപ്പി ഉണ്ടാവും, നമുക്ക് കുറേ ഗ്ലാസ് കിട്ടും. നമുക്ക് സ്കൂൾ ട്രിപ്പൊക്കെ പോയി വരുമ്പോൾ മറ്റേ കുടയും വാട്ടർ ബോട്ടിലൊക്കെ കിട്ടുന്നത്. പിന്നെ ഫാമിലി ട്രിപ്പ്, ബാച്ചിലേഴ്സ് ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോൾ കുറേ കുപ്പികളും ഗ്ലാസ്സുമാണ് കിട്ടുന്നത്. എല്ലാ ട്രിപ്പിനും എന്തെങ്കിലും ബാലൻസ് ഉണ്ടാവും. അതുപോലെ എങ്ങനെയാണ് മൊത്തത്തിൽ ഈ മലയാളികളുടെ പെരുമാറ്റം ഈ നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ? പെരുമാറ്റം കുഴപ്പമില്ലായിരിക്കും. നമുക്കറിയാം ചിലത് കുഴപ്പമുണ്ടാവില്ല. ചിലതെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇത് 50 പേര് വണ്ടിയിലുണ്ട്. 50 പേരുണ്ടെങ്കിൽ 1-2 പേരുടെ സ്വഭാവം ചെറിയൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ തന്നെ നമ്മളുമായിട്ട് ഇതാവും. പിന്നെ നമ്മൾ പരമാവധി അത് ഒഴിവാക്കി വിടാൻ നോക്കും. കാരണം നമ്മുടെ അന്നമാണല്ലോ, നമുക്കതെങ്ങനെയും മാനേജ് ചെയ്താലേ അടുത്ത ഇവരുടെ ഓട്ടങ്ങൾ വരുള്ളൂ. നമ്മളായിട്ട് കുറേ കൊളാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് എത്തും. പരമാവധി നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന ഇതൊക്കെയാണെങ്കിൽ ഒഴിവാക്കും. അപ്പോൾ ഈ മറ്റേ കുപ്പികൾ കിട്ടുക എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിന്റെ കാര്യത്തിലാണല്ലോ കൂടുതലും? ബാച്ചിലേഴ്സും ഫാമിലി. പിന്നെ പറയുകയാണെങ്കിൽ തീർത്ഥാടന യാത്ര മുഴുവൻ കുപ്പിയാ. തീർത്ഥാടനമാണ് മൊത്തം. തീർത്ഥാടനമാണ്. ഞാൻ ഒരു വേളാങ്കണ്ണിയൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ എനിക്ക് വന്നാൽ നമ്മൾ ഇപ്പോൾ ഒരു ബസ് നിറച്ച ആൾ പോയി കഴിഞ്ഞാൽ ഒരു 10 പേരൊക്കെ പള്ളി കയറിയിട്ടുണ്ടാവും.
ബാക്കി എല്ലാവരും റൂം എടുത്ത് അവിടെ അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ അവസ്ഥ. ഈ മറ്റേ മയക്കുമരുന്നുകളുടെ അവസ്ഥ എന്താ? അത് നിങ്ങൾ കാണാറുണ്ടോ? അങ്ങനെ നമ്മൾ കാണാറില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇൻഫോ പാർക്കിൽ നിന്ന് ഒരു ട്രിപ്പ് ആയപ്പം AC ട്രിപ്പാണ്. നമ്മൾ അകത്ത് കിടക്കുന്ന നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ 2 ഫ്രണ്ടിൽ ക്യാബിൻ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സിഗരറ്റ് വലിച്ചാൽ ഇതിൻ്റെ ഒന്നും എന്ത് പുറമെ ആണെന്നാലും നമുക്ക് അകത്തേക്ക് കയറത്തില്ല. പക്ഷേ ഇതേപോലെ ഇങ്ങനെ ക്യാബിൻ തുറന്നപ്പോഴത്തേനും അടിച്ച് കയറുന്ന സ്മെല്ലെല്ലാം കൂടെ അടിച്ച് കയറി ഒരേ വണ്ടിയെ നിറക്കി വിടേണ്ട അവസ്ഥയുണ്ട്. കഞ്ചാവ് വന്നു നമുക്ക് തന്നെ ഈ ക്യാബിൻ്റെ ഡോർ തുറന്നപ്പോഴത്തേനും നമുക്ക് തന്നെ ഇരിക്കാൻ പറ്റാത്ത AC ആണല്ലോ. ഇങ്ങോട്ട് ഫുള്ള് അടിച്ചും കയറിയപ്പോഴത്തേനും നമുക്ക് തന്നെ തല കറങ്ങുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ അത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉള്ള ട്രിപ്പ്? ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉള്ള കമ്പനി ട്രിപ്പായിരുന്നു. ആണല്ലേ? ഓ, അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മുടെ നാട്ടിൽ? ശരി. പിന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മെയിൻ്റെനൻസ് എങ്ങനെയുണ്ട് വണ്ടിക്ക്? മെയിൻ്റെനൻസ് കുഴപ്പമില്ല. ലൈലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടാറ്റയുടെ വണ്ടിക്ക് 2 സാധനം മേടിച്ചിരുന്ന സമയത്ത് ഇതിന് 1 മേടിച്ചിട്ട് അത് ഒരു ടൈം മേടിച്ചിട്ട് ഞാൻ 2 ലൈഫ് കിട്ടുന്ന ഇതാണ്. ക്വാളിറ്റി ഉണ്ട്, സാധനങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട്. വലിയ കാര്യമായിട്ട് മെയിൻ്റെനൻസ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല. എവിടെയാണ് മെയിൻ്റെനൻസിന് കൊടുക്കുന്നത്? മെയിൻ്റെനൻസ് നമുക്ക് കാക്കനാട് അല്ല വെളിയിലാണ് കൊടുക്കുന്നത്. കാക്കനാട് തന്നെ നമുക്കൊരു ആശാനുണ്ട്, പുള്ളിയാണ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും. ഈ ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ സെൻസർ ഒന്നും ഇല്ലാത്ത വണ്ടിയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യമായിട്ട് ഇതൊന്നുമില്ല. ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് ഷോറൂമിലല്ലാതെ സർവീസ് ചെയ്തില്ല. ഇത് നമുക്ക് വഴിക്ക് എന്തെങ്കിലും ചെറിയ ബന്ധം വന്നാലും ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ തട്ടിമുട്ടി നമ്മളെ കയറ്റി വിടാനുള്ള ഇതുണ്ട്. പിന്നെ വേറെ വെച്ചാൽ നമ്മളിപ്പോൾ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിപ്പം ഈ ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോറിക്ഷ ഉള്ള സമയത്ത് നമ്മൾ ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷ നോക്കി നിന്ന് കയറുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ വോൾവോ മതി എന്നൊക്കെ തീരുമാനിക്കുന്നവർ ഇപ്പോൾ ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്തി. ഭാരത് ബെൻസിന്റെ ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ അത് സെഗ്മെന്റിൽ 45 സീറ്റിലൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട്, പിക്ചർ ക്ലാസ്. ഒരു പ്രീമിയം വണ്ടി നോക്കി വിളിക്കുന്നവരുണ്ട്. അപ്പം അതിന് റേറ്റ് ഉണ്ട്. വണ്ടിക്കും ഇതിനേക്കാൾ ഒരു 10 ലക്ഷം വണ്ടിക്കും വില ഭാഗം വരുന്നത് 10 ലക്ഷം കൂടുതലുള്ളൂ. 10 ലക്ഷത്തിന്റെ വ്യത്യാസമുള്ളൂ. ബോഡി ഏതാണ് വരുന്നത്? MGയുടെ ബോഡിയാ. അത് അവർ തന്നെ നമുക്ക് ചേസിൽ അവർ MG തന്നെ കിട്ടത്തില്ല, വേറെ എവിടെയും കൊണ്ടേ കിട്ടിത്തരത്തില്ല. നമുക്ക് പ്രകാശത്തിലൊന്നും കൊണ്ടേ കെട്ടാൻ പറ്റത്തില്ല ചേസ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഇനി പോകുമോ ഇത് കഴിയുമ്പോൾ? അതിലേക്ക് പോകണം. നമ്മുടെ ട്രെൻഡ് അങ്ങനെയാണല്ലോ പോകുന്നത്. നമുക്ക് മാർക്കറ്റിനനുസരിച്ച് പോയാൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകില്ല. മൈലേജ് കൂടുതലുണ്ടോ അതിന്? മൈലേജ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പ്രീമിയം ട്രിക്സ് ആണ്. അതേപോലെ തന്നെ അതിന് ക്ലയൻസ് ഉണ്ട്. അത് അന്വേഷിച്ച് വരുന്ന ഗ്ലൈഡർ അന്വേഷിച്ച് വരുന്ന ക്ലയൻസ് ഒരുപാടുണ്ട് ഇപ്പം. പ്രത്യേകിച്ച് കൊച്ചിയിൽ നമുക്ക് ഇപ്പോൾ അർബാനിയ റൈഡർ ഇതൊക്കെ ആയി. ട്രാവലറിൻ്റെ ഈ പറഞ്ഞ ഇത്രയും കാലം വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങളായിരുന്നെങ്കിൽ ഇപ്പം ഒരു ആധുനികമായ സാധനം വന്നിരിക്കുന്ന അർബാനിയ എന്ന് പറയുന്നതാണ്. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഇതാണ്. ഒരുപാട് ബുക്കിംഗ് വരുന്നുണ്ട്. അതുപോലെ ഈ ടൂറിസ്റ്റുകൾ, ഇപ്പം മലയാളികളല്ലാത്ത ടൂറിസ്റ്റുകളും ധാരാളമായിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പെരുമാറ്റ രീതിയിലുള്ള വ്യത്യാസമാണ് മലയാളികളും മറ്റൊരു. അവർ വരുമ്പോൾ കുറച്ചും കൂടെ ചിലവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. അവർ വേറെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ ഭയങ്കര എന്തോ നമ്മളെ എടുത്തുകൊണ്ട് കിടക്കുക. പ്രത്യേകിച്ച് തമിഴന്മാരൊക്കെയാണ്. ഭക്ഷണം കഴിച്ചോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ വണ്ടി എല്ലാ വണ്ടിയുണ്ട്, പാക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പം അവരെ നമ്മളെ ഭയങ്കര കെയറിങ് ഉള്ള ഇതാണ്. ചില ഇതുണ്ട്, ചില ഓരോ സ്ഥലത്തെ പെരുമാറ്റം. വിദേശികളാണെങ്കിലും വലിയ കുഴപ്പമില്ല. ഈ ടിപ്പ് വരുന്ന പരിപാടി ഇപ്പോൾ കുറവാണ്. വിദേശികൾ ഇപ്പോൾ വരുന്നതും കുറവാണ്. മലയാളികളാണെങ്കിലും അങ്ങനെ അവസാനം ഇറങ്ങാൻ നേരത്തെ എല്ലാവരും കൂടി പിരിവിട്ട് ചെറിയൊരു പൈസ തരുന്ന പരിപാടിയൊക്കെ ഉണ്ട്, തരാറുണ്ട്. അതിപ്പോൾ നമ്മളിത് മുതലാളിയാന്ന് അറിയാതായിരിക്കും തരുന്നത് കേട്ടോ. മുതലാളികളെ ഡ്രൈവറാന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട്? നിങ്ങളിപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ പറ്റുന്ന ഒരു കാര്യമാണോ അതോ ആകെ വെല്ലുവിളികളാണ് വേണ്ടെന്നാണോ? എന്താണ്? വെല്ലുവിളികളുണ്ട്. ഏതൊരു ബിസിനസ്സിനെ പോലെ വെല്ലുവിളികളുണ്ട് എന്ന് വെച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നമ്മുടെ കാര്യങ്ങൾ നടക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രൈവർമാരെ ഏൽപ്പിച്ച് മാറി നിന്നാൽ ഇത് ഓടും. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ല. ഡ്രൈവർമാരെ ഏൽപ്പിച്ച് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല അതേപോലെ മാനേജ് ചെയ്യാൻ പറ്റിയ ഡ്രൈവർമാരെ നമുക്ക് കിട്ടണം. അത് കിട്ടാനാണ് ഇപ്പം നമുക്ക് ഇവിടെ പാട്. കാരണം അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഇത്രയും ക്ലയൻസിനെ കൊണ്ട് പോകുന്നതാണ്. ആരെങ്കിലും ഒരു പ്രശ്നമാക്കി അത് അവർ ഡ്രൈവറായി കഴിഞ്ഞാൽ അത് മൊത്തം നമ്മളെ ബാധിക്കും. എത്ര ദൂരം വരെ ഓടിയിട്ടുണ്ടാവും? ഏറ്റവും കൂടിയ ദൂരം ഈ വണ്ടി ഗോവയൊക്കെ പോയി വന്നിട്ടുള്ളതല്ലേ. ഗോവ വൺ സൈഡ് പോയി വരുമ്പോഴത്തേനും ഒരു 2000 കിലോമീറ്റർ അടുത്ത് വരും. 2000 കിലോമീറ്റർ ഓടി വരാൻ എത്ര രൂപ വാങ്ങിക്കും? 2000 കിലോമീറ്റർ ഇപ്പം ഗോവ പോയി വരുമ്പോൾ കർണാടക ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,35,000 രൂപ അടുത്ത് വാടക. അപ്പോഴും 49 പേരുണ്ടെങ്കിൽ അതൊരു വലിയ ചിലവല്ലാതെ. വലിയ ചിലവല്ല. 2,000-2,500 രൂപ ഒരാൾക്ക് പെർ ഹെഡ് ചിലവ് വരുന്നുള്ളൂ. പിന്നെ ഈ കർണാടക കയറുമ്പോൾ കർണാടകയുടെ ഒരു ടാക്സ് ഉണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു. ഗോവയിൽ നിന്ന് വരുമ്പോൾ കുപ്പി മറ്റേ പിടിക്കുന്ന മുഴുവൻ ചെക്ക് ചെയ്യുമോ? അത് ചെക്ക് ചെയ്യും. ഗോവയിലും മാഹിയിലൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിടും.
ചിലവർ മറ്റേ 50 ഉപ്പയും 60 ഉപ്പയും കച്ചവടത്തിനായിട്ട് കൊണ്ടിരുന്നവരുണ്ടല്ലോ. അതിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ അവർ മേടിക്കും തന്നെ വില പറഞ്ഞിടത്ത് മേടിക്കുമ്പോൾ അവർ തന്നെ നോട്ട് ചെയ്ത് വിളിച്ചു പറയും മോഡലിലേക്ക്, ഇന്ന വണ്ടിയിൽ ഒരു 50 ഉപ്പ 60 ഉപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ഇത് വിൽക്കാനൊന്നും അവനവൻ്റെ ആവശ്യത്തിന് മേടിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ. അത് മലയാളിയുടെ ആവശ്യമാണ് 50 ഉപ്പി, അല്ലാതെ വിൽക്കാനായിരിക്കില്ല. അത് ഇവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്നാലും വളരെ സന്തോഷം. കാരണം നമ്മൾ അറിയാത്ത മേഖലയിലെ കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ എന്താണ് അവസ്ഥ. അതുപോലെ തന്നെ ഈ കേരളത്തിൽ MVD വളരെ സ്ട്രിക്റ്റാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇല്ലാത്ത നിയമങ്ങളൊന്നും അല്ല അവർ കൊണ്ടുവരുന്നത്, ഉള്ള നിയമങ്ങളാണ്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഇത്രയും കർശനമായിട്ട് നടപ്പാക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ വണ്ടികളുടെ ഉടമസ്ഥരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം നമുക്കറിയാം. എങ്കിൽ പോലും ചില കാര്യങ്ങൾ നിയന്ത്രണം ആവശ്യമായിരുന്നു. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഗ്രാഫിക്സ് ഒക്കെ വല്ലാണ്ട് കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. കുറേ ആവശ്യങ്ങളുണ്ട്, കുറേ അനാവശ്യങ്ങളുണ്ട്. എങ്കിലും അത് കുറേയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ലൈൻ ട്രാഫിക്കിൻ്റെ കാര്യങ്ങൾ വന്നു. അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയ കാര്യമാണ്. ഇത്രയും ദൂരമൊക്കെ ഓടുമ്പോൾ നിങ്ങളുടെ ബസ് ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യുന്നുണ്ടോ? പറ്റുന്നില്ല. നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ വൈറ്റിലേന്ന് എടുത്തു കഴിഞ്ഞാൽ 1000 റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ട്രാക്കൊക്കെ ഉള്ളൂ അവിടെ. ആ ട്രാക്കിൽ ബൈക്കും ഉണ്ട്, കാറും ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, ചെറിയ സ്പീഡ് മെല്ലെ പോകുന്ന വണ്ടികളെല്ലാം ഉണ്ട്. വേറെ നമുക്ക് 3ാമത്തെ ട്രാക്ക് ഇല്ല, വേറെ ട്രാക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് ഈ വണ്ടി റൈറ്റ് സൈഡിൽ കയറി കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ലെഫ്റ്റിലേക്ക് പോകണം. നമ്മൾ ഇത്രയും പാസഞ്ചേഴ്സിന് നമ്മൾ ഇങ്ങനെ പോകേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ട്രാഫിക് അനുസരിച്ച് നമുക്ക് നേരെ പോകാനൊരു ലൈൻ ഉണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് 60 കിലോമീറ്റർ സ്പീഡിൽ നേരെ പോകാനൊരു ലൈൻ ഉണ്ടെങ്കിൽ ഹൈവേയിൽ ഉണ്ടെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ ഈ ഓട്ടോറിക്ഷയുടെ പുറകെ പോകേണ്ടി വരും. 30 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിലല്ലേ ബൈക്കിൻ്റെ പുറകെ പോകുന്ന ഏറ്റവും ഇത് പോകുന്ന ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് പോകുന്നവരാണോ ഓക്കെ, ആ സ്പീഡിൽ പോകേണ്ടി വരും. നമുക്ക് പാസഞ്ചേഴ്സിനോട് അങ്ങനെ ഓടി എത്തൽ പറ്റില്ല. അതിപ്പോൾ ട്രാവലർ ആണെങ്കിലും ഇതിനൊക്കെ നമുക്ക് 80 കിലോമീറ്റർ ഇപ്പോൾ സ്പീഡ് അനുവദിച്ചിട്ടുണ്ട്. 80 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് റൈറ്റ് സൈഡിൽ പോകാൻ വേണമെങ്കിൽ 80 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ 3 ട്രാക്ക് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, ലൈൻ ട്രാഫിക് ഓക്കെയാണ്. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ പിടിക്കുന്നുണ്ടോ ലൈൻ നമ്മൾ റൈറ്റ് സൈഡിൽ പോയാൽ? പിന്നെ 1000 ഫൈൻ പിടിക്കാറുണ്ടോ? പിടിക്കാറുണ്ട്, ഇടയ്ക്ക് പിടിക്കാറുണ്ട്. ചിലത് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അവർ ആദ്യം തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇപ്പം ഒരു ബോധവൽക്കരണം സംഭവിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഡ്രൈവർമാർക്കാണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. പരമാവധി നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ നോക്കും. പക്ഷേ റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസ് ലെഫ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് തന്നെ പോയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പോയി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകാൻ നോക്കും, ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ പുതിയ ഹൈവേകൾ വരുമ്പോഴത്തേക്കും വന്നാൽ കുഴപ്പമില്ല, അതൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന്. അപ്പോൾ എന്തായാലും വളരെ സേഫായിട്ട് ജനങ്ങളെയൊക്കെ പല സ്ഥലങ്ങളിൽ എത്തിക്കുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ കാലിക്കുപ്പികൾ, ഈ കുപ്പികളുടെ വലിയ ശേഖരം കാണല്ലോ. കുപ്പി തിരിച്ചു വന്ന ഉടനെ കുപ്പി വിൽക്കുന്നവർ വന്ന് വാങ്ങിച്ചോണ്ട് പോകുമോ? അത് നമുക്ക് വണ്ടി കൊണ്ടുവന്നിടുന്നിടത്ത് തന്നെ വന്ന് പെറുക്കാം. അതായത് വാട്ടർ ബോട്ടിലും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ കുപ്പീൻ്റെ കൂടെ തന്നെ വാട്ടർ ബോട്ടിലും ഉണ്ടാവും. നമുക്കൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും 50-60 കുപ്പി വണ്ടിയൊക്കെ അടുത്ത് കിടപ്പുണ്ടാവും നിലവിൽ. അത് മേലെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വരുമ്പോൾ അവർക്കൊരു വണ്ടിയിൽ അത്യാവശ്യം നല്ല സാധനം. അപ്പോൾ എല്ലാവരും ടൂറിസ്റ്റ് ബസ് വാങ്ങിക്കുന്നവരെല്ലാവരും കുപ്പി കച്ചവടക്കാരുമായിട്ടൊരു ബന്ധം പുലർത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കുപ്പിയെല്ലാം കൃത്യമായി കൊടുത്ത് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും മലയാളികളുടെ സ്വഭാവം തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മളൊക്കെ ആണെങ്കിൽ പോലും പണ്ട് ഈ ഒരു ചെറുപ്പകാലത്തൊക്കെ എവിടെ ട്രിപ്പ് പോകണമെങ്കിലും ആദ്യം പോയി വാങ്ങിക്കുന്ന കുപ്പിയായിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ അതൊരു ആഘോഷമാണ്, എന്തായാലും മലയാളിയുടെ ആഘോഷമാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ടാറ്റ ടിയാഗോ EVയുടെ കസ്റ്റമറാണ്. എനിക്കറിയാം എല്ലാവർക്കും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാകും. കാരണം വെച്ചാൽ സാധാരണക്കാരനിലേക്ക് EVകൾ എത്തിച്ചത് തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സാണ്. അവരുടെ തന്നെ ഏറ്റവും എന്താ പറയുക ഒരു എൻട്രി ലെവൽ EV ആയിട്ട് പറയുന്ന വാഹനമാണ്. സിറ്റിയിലൊക്കെ ധാരാളം കാണുന്നുണ്ട്. എങ്കിൽ പോലും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഗുണങ്ങൾ എന്നൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. പേര്? ദിലീപ്. എന്ത് ദിലീപ്? എനിക്ക് ബിസിനസ്സാണ്. എനിക്കൊരു യൂണിഗ്രാൻഡ് കോളേജ് എന്ന സ്ഥാപനമുണ്ട്. യൂണിഗ്രാൻഡ് കോളേജ് MG റോഡ് പത്മ ജംഗ്ഷനിലാണ്. ഞങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്കുള്ള കോഴ്സസാണ് കൂടുതലും ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, വെൽഡിംഗ് അതുപോലെ കോഴ്സസ് ഉണ്ട്. കൂടാതെ ഞങ്ങളിപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിന് എനിക്ക് ട്രാവൽസ് ഉണ്ട്. സോ ഞങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ കോഴ്സും കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതും കിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ട്രാവൽ ഏജൻസി എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ ടൂർ പാക്കേജസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾക്ക് ട്രാവൽ 26 സീറ്റ് ടെമ്പോ ട്രാവലർ വരെ ഉണ്ട്. കാർ, ഇന്നോവ തൊട്ട് 26 സീറ്റ് ടെമ്പോ ട്രാവലർ വരെ ഉണ്ട്. അപ്പോൾ ആകെ എത്ര വണ്ടികളുണ്ട്? മൊത്തം നമുക്ക് 12 വണ്ടി. ആ വണ്ടികൾ ഒന്നാണോ ഇത്? അതായത് ടാക്സി വണ്ടികളുടെ കാര്യമാണ്. സെൽഫ് യൂസിനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും വണ്ടികൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഉടമ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ വണ്ടിയിലേക്ക് പോയത്? ഞാൻ ഇതിന് മുന്നേ ടൊയോട്ടയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫോർച്യൂണർ ഉണ്ടായിരുന്നു, എത്തിയോസ് ഉണ്ടായിരുന്നു. സോ ടൊയോട്ട ഒരു എല്ലാം 3,000 കിലോമീറ്ററിന് മേളിൽ ഓടി വണ്ടി. ആ ഒരു ഇത് വെച്ച് അപ്പോൾ ഞാൻ ഒരു നെക്സ്റ്റ് വണ്ടി EV എനിക്ക് കോസ്റ്റ് കുറയ്ക്കാം, അങ്ങനെയൊക്കെ കുറേ കാൽക്കുലേഷൻ. എനിക്ക് ഒത്തിരി ഓട്ടം ഉണ്ട്. എടുത്തിട്ട് 6 മാസമേ ഉള്ളൂ. 27,000 കിലോമീറ്റർ മേളിലാണ് ഇപ്പോൾ തന്നെ. 6 മാസം കൊണ്ട് 27,000. എൻ്റെ വീട് കോട്ടയം മുണ്ടക്കയത്താണ്. സോ എനിക്ക് അവിടെ ഒരു ഫാമും ഉണ്ട്. അപ്പോൾ അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മുണ്ടക്കയം പോകും. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കുറയ്ക്കാമെന്നൊരു പ്ലാനിങ്ങിൻ്റെ പുറത്ത്
എത്തിയോസ് കൊടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി ടിയാഗോ EV എടുക്കുന്നത്. എന്ത് വിലയായി ഇതിന്? ഇതിന് അന്ന് 12 lakhs. ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള വേരിയന്റ്. അപ്പോൾ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് സിട്രോണിൻ്റെ C3 ഒക്കെ ഉണ്ട്. ഞാൻ നോക്കിയായിരുന്നു, അത് ഓടിച്ചു, അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത്. ഞാൻ MG പോയി, സിട്രോൺ പോയി, ടാറ്റ പോയി. ടാറ്റ ഞാൻ ആക്ച്വലി എടുക്കൂലായിരുന്നു. ഞങ്ങൾക്ക് പണ്ടൊരു 4 ടാറ്റ വണ്ടി ഉണ്ടായിരുന്നു. അച്ഛൻ ടാറ്റ, ഇൻഡിഗോ, ഇൻഡിക്ക വിസ്ത, സുമോ വരെ എടുത്തതാണ്. എന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരോടും എന്നോട് കുറേ പേര് എനിക്ക് വെഹിക്കിളുള്ളതാണ്, കുറേ പേരുടെ സജഷൻസ് ചോദിക്കുക. ഞാൻ ഒരിക്കലും ടാറ്റ എടുക്കലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ഞാൻ അവിടെ ചെന്ന് വണ്ടി ഓടിച്ച് എൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ എൻ്റയർലി പണ്ടത്തെ ഒരു അതല്ല, ടാറ്റ എൻ്റയർലി മാറിയെന്ന് എനിക്ക് തോന്നിയ കാരണമാണ് ഞാൻ ആക്ച്വലി എടുത്തത്. എന്നിട്ടും എന്ന് ഞാൻ ചോദിക്കാൻ കാര്യം, നേരത്തെ പറഞ്ഞ 4 വണ്ടികൾ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടായിക്കൊണ്ടിരുന്ന വണ്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ വീണ്ടും ടാറ്റയിൽ എത്തിയത് എങ്ങനെയാണെന്നുള്ളത്. ബട്ട് സ്റ്റിൽ അത് എനിക്ക് ബ്രാൻഡ് വാല്യൂ, ലൈക്ക് ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ C3 വെച്ച് നോക്കുമ്പം C3-ക്കകത്തുള്ള ഫീച്ചേഴ്സിനേക്കാൾ ഒത്തിരി ഫീച്ചേഴ്സ് 12 lakhs നമുക്ക് ടാറ്റയിൽ കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതൽ നിറങ്ങളിൽ നമ്മൾ ടാറ്റ ടിയാഗോ EV കാണുന്നുണ്ട്. അതും കൂടെ കാരണമാണ് ഞാൻ ടാറ്റ ഓപ്റ്റ് ചെയ്തത്. ആ ഒരു പ്രതീക്ഷകളെല്ലാം നിറവേറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റയുടെ പ്രതീക്ഷ നിറവേറ്റി. ബട്ട് നമുക്ക് സർവീസ് ഭയങ്കര മോശം, ഒരു രക്ഷയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം ഒരു 3 സർവീസിന് മേളിൽ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡെലിവറി സമയം തൊട്ട് ടാറ്റയിൽ ഇഷ്യൂ ആണ്. ഞാൻ ഗോകുലൻ ടാറ്റയിൽ നിന്നാണ് വണ്ടി എടുത്തത്. ഇവിടെ കൊച്ചിയിൽ ഗോകുലൻ ടാറ്റയിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് നമുക്ക് 70 മാറ്റ് തരാം. ഞാൻ ഫസ്റ്റ് ഹൈസിന് ബുക്ക് ചെയ്ത്. അപ്പോൾ ഹൈസിന് എനിക്ക് 50% ഓഫിൽ 70 മാറ്റും റെയിൻ ഗാർഡും തരാമെന്ന് പറഞ്ഞായിരുന്നു. സെയിം ഓഫർ ഗോകുലത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ ചാലക്കുടി പോകണ്ടല്ലോ, ഗോകുലത്തിൽ നിന്ന് എടുക്കാന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ എടുത്തത്. ബട്ട് എനിക്ക് വണ്ടി വിറ്റിട്ട് എക്സിക്യൂട്ടീവ് ഒരു മേ ബി ഫസ്റ്റ് സർവീസിന് മുന്നേ തന്നെ പുള്ളി UK-ക്ക് പോയി. ഞാൻ ഫസ്റ്റ് സർവീസിന് വന്നപ്പോൾ എനിക്ക് ഇന്ന പോലെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ എക്സിക്യൂട്ടീവ് പറഞ്ഞായിരിക്കും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ വാഗ്ദാനങ്ങൾ എക്സിക്യൂട്ടീവ് പറഞ്ഞാണ്. ഞാൻ ക്യാഷ് ഗോകുലത്തിൻ്റെ അക്കൗണ്ടിലിട്ട് എക്സിക്യൂട്ടീവിനല്ല കൊടുത്തത്, നിങ്ങൾ നിറവേറ്റി തരണം. ഓൾമോസ്റ്റ് എനിക്കൊരു 6 മാസത്തിന് ശേഷമാണ് എനിക്ക് 70 മാറ്റ് തന്നത്. എനിക്ക് ഡെലിവറി സമയത്ത് PDA പോലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല. പുറകിൽ ഒത്തിരി കുത്തുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പോളിഷ് ചെയ്താൽ പോകുന്നത്. പോളിഷ് ചെയ്യേണ്ട അവസ്ഥ ചോദിച്ചാൽ എനിക്ക് കാണുന്നത് ഈ അവർ പോളിഷ് ചെയ്ത് തന്നാണ്. കറുപ്പിനെ വെളുപ്പാക്കി തന്നെ. ആ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് നോക്കി, ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ഇടയ്ക്ക് എവിടെ എല്ലാം ആക്ച്വലി പുതിയ വണ്ടിക്കാണ്, 6 മാസം പഴക്കമുള്ള വണ്ടിയില്ല. ഇത് നമ്മൾ കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഗോകുലത്തിൽ നിന്ന് പറയും അത് സെയിൽസുകാർ ചെയ്തതാണ്, ഞങ്ങൾ സർവീസുമായിട്ട് ഒരു ബന്ധമില്ല, അത് സെയിൽസിൽ സംസാരിക്കണം. സെയിൽസിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ചെയ്തു തരാം. ഒരു മാനേജർ ലെവലിൽ പോലും നമുക്ക് അതിൽ നിന്നൊരു അവിടെ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ഞാനിത് കഴിഞ്ഞ സർവീസിനൊരു 1 month ബാക്ക് കൊടുത്തായിരുന്നു. 4 ദിവസം എടുത്ത് വണ്ടി ഷോറൂമിൽ പിടിച്ചു വെച്ചു. ഞാൻ വൈകുന്നേരം കൊണ്ട് കൊടുത്തു. ഞാനൊരു 4 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോയി തിരിച്ചു വന്ന് വണ്ടി എടുക്കാൻ പോകുമ്പോൾ അവർ വണ്ടിയെ തൊട്ടിട്ടില്ല. അവർക്ക് അങ്ങനെ വണ്ടി കയറിയതായിട്ട് അറിയത്തുപോലുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ച് എന്തുകൊണ്ട്? അപ്പോൾ അവർ പറഞ്ഞു സാർ ഇത് അറിഞ്ഞില്ല, തെറ്റുപറ്റിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്ക് പകരം ഒരു EV-യാണ്, കാരണം ഞാൻ ബൈച്ചേട്ടനൊക്കെ പറഞ്ഞാൽ ജിമ്മിയാണ് എടുത്തേക്കുന്നത് എൻ്റെ സെക്കൻഡറി വെഹിക്കിളായിട്ട്. സോ എനിക്ക് EV തരാൻ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക. ഇല്ല സാർ നെക്സ്റ്റ് 12 മണിക്ക് മുന്നേ തരാമെന്ന് പറഞ്ഞു. സാറ്റർഡേ ആക്ച്വലി ഇവരെനിക്ക് 4:30 ആയപ്പോൾ വിളിച്ചിട്ട് പറയാം വണ്ടി റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാനപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞാൻ മൺഡേ ചെന്ന് മാനേജറിനോട് കണ്ട് സംസാരിച്ചു. മാനേജർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര നമ്മൾ പെട്രോളിൻ്റെ കാശ് നിങ്ങൾ തരണം. ഞാൻ EV എടുത്തത് തന്നെ എൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. പെട്രോളിൻ്റെ കാശ് തരണമെന്ന് പറഞ്ഞു. പെട്രോൾ കാശിൻ്റെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ ടാക്സി ബില്ല് കൊണ്ടുപോകാം, ടാക്സി ബില്ല് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 4 ദിവസത്തെ 1200 രൂപ വെച്ച് 4 ദിവസം ഓക്കെ ശരി ആയിക്കോട്ടെ. ഞാൻ ബില്ല് കൊണ്ട് കൊടുത്തു. ഒരു 2-3 days ബാക്ക് ഞാൻ മാനേജറെ വിളിച്ചു. മാനേജർ ആര് എപ്പോൾ എവിടെ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. മാനേജറെ വിളിച്ചപ്പോൾ പുള്ളി പറയുന്നത് അത് അറിയത്തുപോലും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്കൊരു ഫോളോ അപ്പ് അവിടെ നിന്ന് ഇന്നേ വരെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അതേസമയം ഞാൻ ജിമ്നി ബൈച്ചയുടെ വണ്ടി എടുത്തു, 2000 കിലോമീറ്റർ ആയുള്ളൂ. മാരുതിയിൽ നിന്ന് വിളിച്ച തലവേദനയാണ്, നമുക്ക് ശല്യമായിട്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 5-6 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട്, സാർ എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് എന്നും പറഞ്ഞു. ടാറ്റയിൽ നിന്ന് ആ ഒരു റെസ്പോൺസിബിലിറ്റി തീരെ ഇല്ലാത്ത കാരണം ആവാം ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ ഇനി എന്തായാലും അടുത്തത് ഇതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ലെക്സണോ അങ്ങനെ എവിടെയെങ്കിലും, കാരണം നിപ്പോണിൻ്റെ ആണല്ലോ ലെക്സൺ. അപ്പോൾ അവരുടെ ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷയിൽ ആ ഒരു മദർ കമ്പനി നിപ്പോൺ ആയാലും കാരണം ഒന്ന് ട്രൈ ചെയ്യണം. എനിക്കും തോന്നുന്നത് ഇതാണ്, ടാറ്റയിൽ നിന്നൊരു പ്രശ്നമൊന്നും ഇവർക്കില്ല. അതുകൊണ്ടാണ് ഇവർ ഈ തോന്നിയാസം ഇങ്ങനെ ഈ എല്ലാ ഡീലേഴ്സും ഇപ്പം ഗോകുലത്തിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഏതൊരു ഡീലറുടെ കാര്യം ടാറ്റയുടെ ഡീലറുടെ കാര്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് പരാതികൾ എല്ലാവരും പറയുന്നത്. അപ്പം സർവീസ് നന്നായില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ എന്നെപ്പോലുള്ളവരോടൊക്കെ വാഹനങ്ങളെ പറ്റി ചോദിച്ച് അഡ്വൈസ് വിളിക്കുമ്പോൾ ഞാൻ പറയുന്നത് ടാറ്റ എങ്ങനെ ഉണ്ടെങ്കിൽ ടാറ്റ നല്ലതാണ്,
സർവീസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ലയെന്ന് ഞാൻ പറയാറുണ്ട്, അല്ലാതെ രക്ഷയില്ല. കാരണം അല്ല നമുക്ക് ഈതപ്പേരാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ജിംനി എടുത്തത്, പക്ഷേ അവിടുത്തെ നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടിയെന്ന് പറയുന്നത് പോപ്പുലറിൽ നിന്ന് ഭയങ്കര നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ഇത്ര ലക്ഷക്കണക്കിന് വണ്ടികൾ വിൽക്കുന്ന മാരുതിയിൽ പോലും ഓരോ വണ്ടിയുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചാണ് സർവീസിൻ്റെ കാര്യം ചെയ്യുന്നത്. അവരെനിക്ക് ഡെലിവറി തന്നപ്പോഴത്തേക്കും ബോണറ്റിന് ചെറിയൊരു ക്ലിയർ പോയിട്ടുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് കൊണ്ടുവരുന്നത്, എപ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 10,000 അക്സസറീസ് തരുന്നത്, സാറിന് അക്സസറി വേണ്ടതെന്ന് ചോദിച്ച് പോപ്പുലറിൽ നിന്ന് ഇങ്ങോട്ടാണ് കോൾ വരുന്നത്. ബട്ട് ടാറ്റയിൽ നിന്നൊരു ഗൂഗിളത്തിൽ നിന്ന് ഗൂഗിളത്തിൽ നിന്ന് ഒരു രക്ഷയില്ല. അതർവൈസ് എങ്ങനെയാണ്, എത്ര മൈലേജ് കിട്ടുന്നത്, റേഞ്ച് കിട്ടുന്നുണ്ട്? എനിക്കൊരു 240, 250. ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരും. അല്ല, വീട് മുണ്ടക്കത്താണ്, 100 കിലോമീറ്റേഴ്സ് അവിടെ ഉണ്ട്, തിരിച്ച് 100 ഉണ്ട്. പിന്നെ അവിടെ 20 കിലോമീറ്റേഴ്സ് എടുത്ത് ഞാൻ ഓടും. 220, 240 ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഡ്രൈവിംഗ് അനുസരിച്ചിരിക്കും. ഞാൻ അത്ര റാഷ് ഡ്രൈവിംഗ് അല്ലാത്ത എനിക്ക് വരാനും. എത്ര നേരം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആകാൻ? എനിക്ക് 8 to 9 hours രാത്രി കുത്തിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധാരണ നമ്മൾ അല്ലാതെ ദൂരമൊക്കെ ഓടിച്ച് പോകുമ്പോഴത്തേക്കും ഇത്ര ഓടിച്ച ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടോ? ഞാൻ ആക്ച്വലി ഒന്ന് പാലക്കാട് പോയിട്ടുണ്ട്. പിന്നെ കൂടുതൽ യാത്ര നാട്ടിലേക്കാണ്. പാലക്കാടൊക്കെ അത്യാവശ്യം എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, മിക്കയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പലയിടത്തും പല റേറ്റാണ്, ഏകീകൃതമായ റേറ്റ് അല്ല. പല ചാർജിങ് സ്റ്റേഷനിലും പല റേറ്റ്. ഇപ്പം എൻ്റെ നാട്ടിൽ പോയി ചാർജ് ചെയ്യുവാണെങ്കിൽ എനിക്ക് യൂണിറ്റിന് 30 rupees എടുത്ത് കൊടുക്കണം. അതേസമയം അവിടുന്ന് മാറി പൊന്നത്ത് വന്ന് ചെയ്യുവാണെങ്കിൽ ഗോയിസിയുടെ ചെയ്യുവാണെങ്കിൽ 14 rupees, 15 rupees യൂണിറ്റിനാകത്തുള്ളൂ. ഗോയിസ് നമ്മളോട് വളരെ അടുപ്പമുള്ളൊരു കമ്പനിയാണ്, പല വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം? എന്താണ് ഇത്? സ്ട്രോങ് ആണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ നല്ല ഹാൻഡ്ലിങ് കിട്ടും. നമ്മൾ പണ്ടത്തെ ഓടിച്ചൊരു 70-ലൊക്കെ വീശുന്ന പോലെ നല്ല ഹാൻഡ്ലിങ് ഉണ്ട്, അത് സാറ്റിസ്ഫൈഡ് ആണ്. ഫീച്ചർ പാക്ഡ് ആണ്. ഈ 12 lakhs വെൻ കമ്പയർ ടു അതർ EVs തരുന്ന ഫീച്ചേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ഫീച്ചർ പാക്ഡ് ആണ്. അതാണ് എനിക്ക് ഇതിനകത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സർവീസിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വണ്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും റാറ്റ്ലിംഗ് സൗണ്ടോ അങ്ങനെയൊക്കെ പഴയ ടാറ്റയുടെ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആക്ച്വലി ചുമ്മാ പണ്ടത്തെ ടാറ്റ ഡോർ അടയ്ക്കുന്ന പോലെ ഇത് അടച്ചടയത്തില്ല. നമ്മൾ കുറച്ച് ശക്തി എടുത്ത് അടച്ചാൽ മാത്രമേ ഡോർ പോലും അറിയത്തുള്ളൂ. ആണോ? അത്രയും നല്ല വണ്ടി വിറ്റിട്ടാണ് ഈ സർവീസിൻ്റെ കാര്യത്തിൽ ഈ തോന്നിയാസമൊക്കെ ഈ ഡീലേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ് എന്നാണ് പറയുന്നത്, അല്ലേ? ഇത്രയും വലിയൊരു മാറ്റം ടാറ്റയിൽ ഉണ്ടായിട്ടും ഡീലേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കയറാതെ പോയ ആളാണ്. അപ്പം എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ പോയപ്പോൾ എന്തായാലും നീ ടാറ്റ കണ്ടു, ടിയാഗോണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയാണ് ടാറ്റയിലേക്ക് ഞങ്ങൾ പോയി നോക്കിയത്. അപ്പം ഞാൻ ഒരാളൊന്ന് ചോദിക്കുകയാണ്, ടാറ്റ ടിയാഗോ EV എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സർവീസ് ആരാണ് ചെയ്യുന്നത് നോക്കിയിട്ട് സജസ്റ്റ് നോക്കി അവിടെ തൊട്ടടുത്ത് ആരാ സർവീസ് ലൈക്ക് ഇഞ്ചിയോൺ പോലെ. ഇപ്പോൾ ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല, ഇലക്ഷനിലൊക്കെ പോയി നോക്കണം. നല്ല സർവീസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാവുന്ന വണ്ടിയാണ്. കാരണം നമ്മുടെ ഒരു ഡെയിലി ഒരു 150 കിലോമീറ്റർ ഓടുന്നയാൾക്ക് എക്കണോമിക്കലായിട്ട് ഓടിച്ചു നോക്കാൻ. ഞാനത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഒരു മാസമായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കമ്പനി തന്നാണ്, MG കോമറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ സോളാറുണ്ട്. ഇപ്പോൾ ഞാനത് എന്താ പറയുന്നത്, രാത്രി മുഴുവൻ ചാർജ് ചെയ്യുന്നു, രാവിലെ എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പോഴും അതിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പൈസ പോക്കറ്റിൽ ജിമ്മിയായിട്ട് ഇപ്പോൾ കയറുമ്പോൾ നമുക്കൊരു വേദന തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ കോയമ്പത്തൂർ വരെ ജിമ്മിനി ഓടിച്ച് പോകുമ്പോൾ, കാരണം കോമറ്റ് 200 കിലോമീറ്റർ റേഞ്ച് എങ്ങാനും എത്തിയില്ലെങ്കിലോ. അപ്പോൾ കുറേ കാലം കൂടി ഞാൻ ഇന്നാണ് ഇനി പെട്രോൾ അടിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട്. 10,000-4,000. ഞാൻ ആക്ച്വലി ഇത് കുറേ നാളൊരു 7 മാസം അത് 6 മാസം അടുത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിനുശേഷം ഇപ്പോൾ ജിമ്നി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ജിമ്നി എടുത്തിട്ട് പെട്രോൾ അടിക്കാൻ കയറുമ്പോൾ നമുക്കൊരു സങ്കടം വരും. കാരണം 6 മാസമായിട്ട് നമ്മൾ അടിക്കാതിരുന്നിട്ട് ഇപ്പം അടിക്കാൻ നോക്കുമ്പോൾ സങ്കടം. നല്ല സന്തോഷം. തീർച്ചയായും. പിന്നെ ഈ പറഞ്ഞ തല്ലണ്ടമാവാൻ ഞാൻ നന്നാകില്ല എന്നുള്ളതാണ് തോന്നുന്നു ടാറ്റ സർവീസ് സെൻ്ററുകളുടെ അവസ്ഥ. കാരണം നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇപ്പോൾ 70 എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു 20-25 ടാറ്റ ഓണേഴ്സ് വന്ന് ഇതേ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നും പറയാനില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും താങ്ക് യു. കസ്റ്റമേഴ്സായിട്ട് ഞങ്ങളാണ്. അതെ, നിങ്ങൾ അനുഭവിക്കാൻ നല്ലതൊന്നും പറയാനില്ല. അതായത് താങ്ക് യു. ഓക്കെ, ശരി. അപ്പോൾ ടാറ്റയുടെ ഏറ്റവും കരുത്തനായ SUV ഹാരിയറിൻ്റെ ഉടമയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. പേര്? ആഗ്നർ. എവിടെയാ സ്ഥലം? വയനാടാണ്. വയനാട് മാനന്തവാടി എന്ന് പറഞ്ഞു. അപ്പോൾ വയനാട് രജിസ്ട്രേഷൻ ആണ്. വയനാട് 72 വയനാട്. വയനാടിന് പറ്റിയൊരു വണ്ടിയാണല്ലോ, അതുകൊണ്ടാണ് നമ്മളത് യാത്രാ സൗകര്യം അവിടുത്തെ നമുക്ക് അറിയാലോ, ഹൈ റേഞ്ച് ആ ഒരു മേലേക്ക് വരുമ്പോൾ നമുക്ക് പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മളിതൊരു കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെടുത്ത വണ്ടിയാണ്. കമ്പനി പർപ്പസിനാണ് വണ്ടി ഓടുന്നത്. അപ്പം ലോങ് ഓട്ടങ്ങൾക്കെല്ലാം നമുക്ക് സൗകര്യമാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. എത്ര കാലമായി വാങ്ങിച്ചിട്ട്? നമ്മളിപ്പോൾ 2 വർഷം ആവുന്നു വണ്ടി എടുത്തിട്ട്. ഓട്ടോമാറ്റിക്കോ മാനുവലോ? മാനുവലാണ്. എത്ര രൂപയായിരുന്നു അന്ന് എടുത്തപ്പോൾ? നമുക്ക് ഏകദേശം 21 ലക്ഷം രൂപയായി ടോട്ടൽ വണ്ടി ഓൺ റോഡ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. അപ്പോൾ 21 ലക്ഷം രൂപയ്ക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹാരിയറിലേക്ക് എത്തിയത്?
പ്രധാനമായിട്ടും ടാറ്റ എന്നുള്ള നമുക്ക് ഇപ്പോൾ ടാറ്റയുടെ വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി, ബാക്കിയുള്ള ഇവരുടെ സെഗ്മെന്റ് വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ വണ്ടി പവർഫുൾ ആണ്, യാത്രാ സൗകര്യം കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ബാക്കി എല്ലാ വണ്ടികളെയും മാറ്റി ഹരിയർ എന്നുള്ളതിലേക്ക് വന്നത്. പക്ഷേ ഒരു ചിരി എല്ലാ ടാറ്റ ഓണേഴ്സ് ഉണ്ട്. എന്താണ് ഇവിടുത്തെ പക്ഷേ? നമ്മൾ ഇത്രയും 21 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുമ്പം നമ്മളൊരു പ്രീമിയം വണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടി എടുക്കുക. നമുക്ക് വന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് ഒരു 3000 കിലോമീറ്റർ ആയപ്പോൾ തൊട്ട് നമുക്ക് സാധാരണ ആക്സസറീസ് ഒക്കെ കിട്ടുന്ന പോലെ ഇതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ മേടിച്ചപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടി. അതെല്ലാം തലവേദനകളാണ് കൂടുതൽ കിട്ടിയത്. അപ്പം വണ്ടി എടുത്ത് നമ്മളൊരു 3000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിലെ ടയറിൻ്റെ റിമ്മ് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പിടിച്ച് പെയിൻ്റൊക്കെ പൊളിഞ്ഞു വരാൻ തുടങ്ങി. അതിനുശേഷം അത് നമ്മൾ അവരെ കൊടുത്ത് അവരത് റീടച്ച് ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ടൊരു 1000 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റിയറിങ്ങിൻ്റെ നമ്മൾ വലിയ വളവുകളുണ്ട്. നമുക്കറിയാം വയനാട് എന്ന് പറയുമ്പോൾ ചുരം കയറി ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ വളവുകളാണ്. ഒരു ചെറിയ വളവ് തിരിച്ചാൽ തന്നെ ഒരു ഹാഫ് സ്റ്റിയറിംഗ് നിന്ന് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സൗണ്ടാണ്. സ്റ്റിയറിംഗ് തിരിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്കും റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വലിയൊരു സൗണ്ടാണ് പിന്നെ ഉള്ളത്. അപ്പോൾ നമ്മളിത് അപ്പോൾ ഒരു 6000 കിലോമീറ്റർ തൊട്ട് നമ്മൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നു. ഇപ്പം 2 വർഷമായി വണ്ടി 72,000 കിലോമീറ്ററായി. സൗണ്ട് കൂടി എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സർവീസിനെ കൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം ഇത് മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണ്, ഇതെല്ലാ വണ്ടിക്കും ഉണ്ട് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് പറ്റില്ല. കാരണം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പം 21 ലക്ഷം രൂപ കൊടുത്ത് ഞാനൊരു വണ്ടി മേടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് വരെ നമ്മളിപ്പം അത്യാവശ്യം ലൗഡായിട്ട് മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ പോലും ബാക്കിലിരിക്കുന്ന ആൾക്ക് വരെ ഈ സൗണ്ട് കേൾക്കാൻ പറ്റും. അത്രയും നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇഷ്യൂ റേസ് ചെയ്തത് അവരുടെ അടുത്ത്. തന്നെയല്ല, ഇത് സ്റ്റിയറിംഗിനെ സംബന്ധിച്ചൊരു കാര്യമായതുകൊണ്ട് നമുക്കിതൊരു ആദ്യം ഒരു പേടിയായിരുന്നു, നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അത് അവർ തന്നെ ചേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് പറയാം. അപ്പം കാണിച്ചു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഇത് മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ വാൽവുകളുണ്ട്, മറ്റേ പവർ സ്റ്റിയറിങ്ങിൻ്റെ വാൽവുണ്ട്, ചേഞ്ച് ചെയ്ത് നോക്കാം, ചിലപ്പോൾ കുറയും ചിലപ്പോൾ കുറയില്ല, മാറ്റാം. ഞാൻ എന്നിട്ട് അത് ഞാൻ പറഞ്ഞു ഓക്കെ മാറ്റാം എന്ന് പറഞ്ഞു. 6000 കിലോമീറ്റർ ആകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം നമ്മളിത് വാൽവിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അവർ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 1 മാസത്തിനുള്ളിൽ പാർട്സ് വരണം, വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സർവീസിനെ കൊണ്ട് ചെല്ലുമ്പോഴാണ് ഞാൻ പറഞ്ഞു ഇഷ്യൂ സീരിയസ് ആയിട്ട് റേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇത് വണ്ടി മാറ്റി അത് റെഡിയാക്കി തന്നാലേ ഞാൻ വണ്ടി എടുക്കുന്നുള്ളൂ, നിങ്ങൾ എന്ത് വന്നാലും അത് മാറ്റി തരണം എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാൻ അത് മാറ്റാം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവർ ആ പാർട്സ് ഓർഡർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മുമ്പേ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞ സാധനം പിന്നെയും കിലോമീറ്ററുകൾ ഓടി നമ്മൾ സർവീസിനെ കൊണ്ട് ചെല്ലുമ്പോഴാണ് അവർ ഓർഡർ ചെയ്യുന്നത്. ഓർഡർ ചെയ്ത് വീണ്ടും 2 ആഴ്ച വണ്ടി അവിടെ ഇട്ട് അവർ വാൽവ് ചേഞ്ച് ചെയ്ത് തന്നു. ചേഞ്ച് ചെയ്ത് അന്ന് ഒരു 600 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും ടൗണിൻ്റെ നടുക്കുന്ന പവർ സ്റ്റിയറിങ്ങിൻ്റെ പവർ നമുക്ക് ആ മോഷൻ ഉണ്ടല്ലോ അതങ്ങ് കട്ടായി, സ്റ്റിയറിങ് തിരിയുന്നില്ല. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് അറിയില്ല. പിന്നെ ടൗണിൽ നിന്ന് ഒരു തരത്തിൽ നമ്മൾ വണ്ടി കൊണ്ട് ഈ സൈഡാക്കിയിട്ട് നോക്കി കഴിഞ്ഞപ്പം അടിയിൽ നിന്ന് ഫ്ലൂയിഡ് കാര്യങ്ങൾ ഇതിൻ്റെ അതെല്ലാം ലീക്കായി പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ വാൽവ് അത് ഒരെണ്ണം പൊട്ടിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ടോ ചെയ്ത് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ആ വാൽവ് മാറ്റി തന്നു. ഒരു 100 കിലോമീറ്റർ വീണ്ടും ഓടി പഴയ സൗണ്ട് ഇരട്ടിയായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം വീണ്ടും അപ്പോൾ ഞാൻ ഈ പ്രശ്നം പറഞ്ഞു. കാരണം നമുക്ക് വാറണ്ടി പീരീഡ് 2 വർഷമാണല്ലോ. അപ്പോൾ വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ ഇത് ചേഞ്ച് ചെയ്ത് വന്നാലാണ് നമുക്കൊരു വലിയ നഷ്ടമില്ലാതെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വന്നൊരു കംപ്ലൈൻറ്റും അല്ല. കൊടുത്ത് അപ്പോൾ അവർ എന്നെ കൊണ്ടുപോയിട്ട് ഒരു പുതിയ ടാറ്റ സഫാരി ഇറങ്ങിയിട്ട് 300 കിലോമീറ്റർ ആയിട്ടുള്ളൂ ഓടിയത്. അതുകൊണ്ട് കാണിച്ചു ഇതേ സൗണ്ട് ആ ടാറ്റ സഫാരിക്കും. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, സഫാരിക്കുണ്ട് ഇതിനുണ്ട് എല്ലാ വണ്ടിക്കും ഈ സൗണ്ട് ഉണ്ട് എന്നുള്ള രീതി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണത്. അപ്പം കംപ്ലൈൻറ്റോടുകൂടിയാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് വരുന്നതല്ല എല്ലാ വണ്ടിക്കും ബിൽഡിനായിട്ട് വരുന്ന സൗണ്ടാണ്. എക്സോസ്റ്റിൽ നിന്നൊക്കെ വരുന്ന പോലെ ബിൽഡിനായിട്ട് ഈ സൗണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു. ഞാൻ പറഞ്ഞത് പറ്റില്ല, മാറ്റണം എന്ന് പറഞ്ഞു. അത് ഏകദേശം നമ്മളൊരു 45,000 ആയപ്പോഴാണ് രണ്ടാമത് ഈ പ്രശ്നം പറഞ്ഞ് ചെല്ലുന്നത്. ഇപ്പം 75,000 ആയി. സ്റ്റിൽ നോ റെസ്പോൺസ് ആണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഏത് ഡീലർഷിപ്പാണ് ഇത് ചെയ്തത്? മറീന മോട്ടോഴ്സ് ആണ്, കോഴിക്കോട്. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ വണ്ടിക്കും പ്രശ്നം വരാം, പക്ഷേ പരിഹരിച്ച് കൊടുക്കുന്നതിലാണ് നമുക്കിപ്പോൾ വണ്ടിയെ സംബന്ധിച്ച് വണ്ടിയുടെ പെർഫോമൻസിനെ സംബന്ധിച്ചോ നമുക്ക് മറ്റൊരു അഭിപ്രായമില്ല. നല്ല വണ്ടിയാണ്, കംഫർട്ടബിൾ ആണ്.
പക്ഷെ സർവീസ് മേഖലയിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പം ഞാൻ ആർക്കും പ്രിഫർ ചെയ്യില്ല. ഇപ്പോൾ ഒരാളത് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, അത് ടിയാഗോ EV ആയിരുന്നു. വണ്ടി ഗംഭീരം, ഒരിക്കലും സർവീസ് പിന്നെ പ്രതീക്ഷിച്ചത് എടുക്കരുത് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. നമുക്കത് ഭയങ്കര ഇപ്പം ഈവൻ ഞാനിപ്പോൾ മാരുതിയുടെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ ഇവരൊക്കെ നമുക്ക് ഈ സർവീസ് കഴിയുമ്പോഴായാലും നമുക്കൊരു കോള് വരും. എനിക്ക് ഇല്ലാത്തൊരു കാറ് സർവീസ് ചെയ്യണമെന്നും പറഞ്ഞു വരെ എനിക്ക് കോളുകൾ വരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്ത് സർവീസ് കഴിഞ്ഞു എടുത്തുകൊണ്ട് പോക്കോ, പിന്നെ പിന്നെ അവർ എങ്ങനെ ഉണ്ടായിരുന്നു, സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ പോലും ഒരു കോള് ഇവരുടെ ഭാഗത്തുനിന്നില്ല. നമ്മൾ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സർവീസ് മാനേജറെ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. ഈവൻ നമ്മളൊരു മഡ് ഫ്ലാപ്പ്, ഇതിൻ്റെ പുറകിലെ മഡ് ഫ്ലാപ്പ് പൊട്ടിയിട്ട് മഡ് ഫ്ലാപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അതിനവർ പറഞ്ഞത് 1.5 മാസമാണ് സമയമെടുത്തത്. മഡ് ഫ്ലാപ്പ് വരണം, ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. എന്നിട്ടും അതും രസമാണ്. മഡ് ഫ്ലാപ്പ് ചേഞ്ച് ചെയ്യാൻ 1 മാസം സമയമെടുത്തു. അപ്പം ഞാനാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ വേറൊരാളാണ് വണ്ടിയും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നത്തെ ദിവസം വന്നാൽ മതി, ചേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പം വേറെ ആളാണ് വണ്ടി കൊണ്ട് ചെന്ന ആൾ ഓൾറെഡി അവിടെ സർവീസ് സെൻറ്ററിൽ ചെന്നു. അപ്പോഴാണ് ഞാൻ അവിടുത്തെ സർവീസ് മാനേജർ ഞാൻ ഇച്ചിരി കോൺടാക്ട് ചെയ്യുന്ന ആളെ വിളിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു സാധനം വന്നിട്ടില്ല, മഡ് ഫ്ലാപ്പ് കിട്ടിയിട്ടില്ല, നിങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് വരൂ, ചേഞ്ച് ചെയ്യുന്നു. അപ്പം ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുപോയ ആളെ ഞാൻ വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞാനത് ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയല്ലോ എന്ന്. അപ്പം അവിടെ ഉള്ളവർക്ക് തന്നെ ഇതിനെപ്പറ്റി വലിയ നിശ്ചയമില്ല അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവരോട് ഞാൻ എന്ത് പറയാനാണെന്നുള്ളത് കൊണ്ട് ദുരന്ത സീനല്ലേ ടാറ്റയുടെ സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ വണ്ടി മറ്റേ മൊത്തത്തിൽ സർവീസ് കഴിഞ്ഞിട്ട് തരുമ്പോൾ എങ്ങനെയാണ്, മൊത്തത്തിലെല്ലാം തീർത്തൊക്കെയാണോ തരുന്നത്? അതെല്ലാം കംപ്ലീറ്റ് അവർ ക്ലിയർ ചെയ്ത് സർവീസിന്റെ വാഷിംഗ് അതെല്ലാം കംപ്ലീറ്റ് തീർത്തിട്ടാണ് വരുന്നത്. ഇവിടെ പെയിന്റ് ഒക്കെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്. ഇതൊരു പ്രാവശ്യം വണ്ടി കഴുകിയപ്പം പവർ വാഷിന് അടിച്ചപ്പോൾ ഒരു പീസ് പൊട്ടിപ്പോകുന്നതാണ്. അത് വണ്ടി കഴുകിയപ്പോൾ പെയിന്റ് പോയ സംഭവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ എന്തൊരു പെയിന്റിങ് അപ്പോൾ ചില കാര്യങ്ങളിൽ ഇവരുടെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. അത് എന്താ അത് ജസ്റ്റ് പവർ വാഷിന് അടിച്ച് വേറെ ഒരു സ്ഥലത്തും ഒരു പ്രശ്നമില്ല, ഇവിടുന്ന് ഒരു പീസ് മാത്രം അതിങ്ങ് പൊട്ടിപ്പോയി. എന്ത് പറയാനാണ്, ഞാൻ ഇപ്പോഴും ഇപ്പം നേരത്തെ പറഞ്ഞോളൂ, എത്ര പറഞ്ഞാലും നന്നാവില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എത്ര നല്ല വണ്ടി ഉണ്ടാക്കിയിട്ടും വല്ല കാര്യമുണ്ട്, സർവീസ് മോശമാണെങ്കിൽ. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരാൾ ടാറ്റയുടെ വണ്ടി വാങ്ങിക്കണമെന്ന് സജസ്റ്റ് ചെയ്യില്ല എന്നാണോ? ഞാനിത് വീട്ടിലേക്ക് നമ്മളൊരു ടാറ്റയുടെ വണ്ടി എന്നുള്ള രീതിയിൽ എൻ്റെ ഫാദർ ടാറ്റയുടെ ഈ വണ്ടികളെല്ലാം കണ്ടപ്പോൾ പുള്ളിക്ക് നല്ല താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ വേറെ ഒന്നും കൊണ്ടല്ല, സർവീസ് നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ട് ടാറ്റ പ്രിഫർ ചെയ്യില്ല. 72,000 കിലോമീറ്റർ ഓടിച്ച ആളാണ് പറയുന്നത്. ഇപ്പോഴും ആദ്യകാലത്ത് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് തീർക്കാൻ സർവീസറിന് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. അത് മാത്രമല്ല, ഞാനിപ്പോൾ കേട്ടപ്പോൾ ആലോചിക്കരുത്, 2 ആഴ്ചയൊക്കെ അവിടെ കൊണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടി ഇല്ലാത്ത ഒരാളാണ് എന്താ ചെയ്യുന്നത് അല്ലേ? ഇത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മളൊക്കെ മാരുതിയൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, എത്ര വലിയ പണിയാലും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ തരുന്നു. എന്ത് ഗംഭീരമായ സർവീസാണ്. അപ്പം ഒന്നും പറയാനില്ല, ഒന്നും പറയാതെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നും പറയാനില്ല എന്നുള്ളതാണ്, അനുഭവിക്കുക. അപ്പോൾ എന്താ സന്തോഷം വന്നതിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏത് വണ്ടിയെന്ന് വല്ലതും മനസ്സിൽ വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ ടൊയോട്ടയുടെ നമ്മൾ ഇത് മാറ്റിയെടുക്കാനുള്ള പ്ലാനുകളുണ്ട്. ടൊയോട്ടയുടെ ഇതിലേക്ക് തിരിഞ്ഞാലോ, ഹൈക്രോസോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് മാറിയാലോ എന്നുള്ള. കാരണം ഓടി രക്ഷപ്പെടുകയാണല്ലേ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നല്ല വണ്ടികളുമായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ താങ്ക് യു.